ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറ്റം. ആറ്റം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. 1807 ജോൺ ഡാൽട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. 1807 ജോൺ ഡാൽട്ടൺ. ആറ്റ്മോസ്, ആറ്റമോസ്, ഗ്രീക്ക്, അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ഓസ്റ്റ് വാൾഡ് ആണ് ആറ്റം, ആറ്റമോസ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. ഓസ്റ്റ് വാൾഡ്. ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ. -1.602 ഇൻറ്റു 10⁻⁻19. -1.602 ഇൻറ്റു 10⁻⁻19. ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആണ്. ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൻ ആണ്. മാസ് എത്രയാണ്? മാസ് 9.1 into 10⁻31 or 9.1 into 10⁻28 gram. മാസ് എന്ന് പറയുന്നത് 9.1 into 10⁻31 കിലോഗ്രാം ഓർ 9.1 into 10⁻28 gram. ജോൺസ്റ്റോൺ സ്റ്റോണി ഇലക്ട്രോണിന് പേര് നൽകിയത് ആരാണ്? ജോൺസ്റ്റോൺ സ്റ്റോണി ആണ്. ആറ്റത്തിന് പേര് നൽകിയത് ഓസ്റ്റ് വാൾഡ്. ഇലക്ട്രോണിന് പേര് നൽകിയത് ജോൺസ്റ്റോൺ സ്റ്റോണിയാണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം ആണ് ഇലക്ട്രോണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ് ഇലക്ട്രോൺ. ദ്വൈത സ്വഭാവം, തരംഗ സ്വഭാവം, കണികാ സ്വഭാവം ഇലക്ട്രോണുണ്ട്. ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവമാണ്. തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും. ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഡി ബ്രോഗ്ലി. അടുത്തത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ ജെ തോംസൺ. ആറ്റം ജോൺ ഡാൾട്ടൺ 1807. ഓക്കെ. പ്രോട്ടോൺ 1.602 ഇൻറ്റു 10⁻⁻19. ഇലക്ട്രോണ് -1.602 ഇൻറ്റു 10⁻⁻19 ആണ്. പക്ഷേ പ്രോട്ടോണ് 1.602 ഇൻറ്റു 10⁻⁻19 സി. ഓക്കെ. മാസ് എത്രയാണ്? മാസ് 1.672 ഇൻറ്റു 10⁻⁻27. മാസ് എത്രയാണ്? 1.672 ഇൻറ്റു 10⁻⁻27 kg ഓർ 1.672 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ്, ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നു. ഏതാണ്? പ്രോട്ടോണ് ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ്, ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ കാണുന്നു. പ്രോട്ടോൺ ന്യൂക്ലിയസിൽ കാണുന്നു. അടുത്ത ന്യൂട്രോൺ ആണ്. ന്യൂട്രോണ് ചാർജ് ഇല്ല. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. 1932. മാസ് എത്രയാണ്? 1.674 ഇൻറ്റു 10⁻⁻27 kg or 1.674 into 10⁻⁻24 gram. ഓക്കെ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ കാണുന്നു. ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ഷെല്ലുകളും സബ് ഷെല്ലുകളും. ഷെല്ലുകൾ ഏതൊക്കെയാണ്? KLMN. സബ് ഷെല്ലുകളോ? SPDF. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. 2n². ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. L8. KLMN ആണ്. KLMN. K2, L8, M18, N32. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. L8, M18, N32. ഓരോ സബ് ഷെല്ലിലും പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എസ് സബ് ഷെല്ല് 2 ഇലക്ട്രോണ്, പി സബ് ഷെല്ല് 6 ഇലക്ട്രോണ്, ഡി സബ് ഷെല്ല് 10 ഇലക്ട്രോണ്, എഫ് സബ് ഷെല്ല് 14 ഇലക്ട്രോൺ. അറ്റോമിക് നമ്പർ Z = പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. Z എന്ന് പറയുന്നത് പ്രോട്ടോണ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് Z, ആറ്റോമിക് നമ്പർ. മാസ് നമ്പറോ? A. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. മാസ് നമ്പർ മുകളിലാണ് എഴുതുക. ഇടത്തെ അറ്റത്ത് മുകളിലാണ് എഴുതുക.
ആറ്റോമിക് നമ്പർ സെഡ് ഇടത്തെ അറ്റത്ത് താഴെയാണ് എഴുതുക. എ മാസ് നമ്പർ, ഇസഡ് ആറ്റോമിക് നമ്പർ. എ 23 എന്താണ്? 23 മാസ് നമ്പർ ആണ്. എ ആണ് 23 മാസ് നമ്പർ. ഇസഡ് ആറ്റോമിക് നമ്പർ. ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. അതായത് ഇവിടെ സോഡിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 23 മൈനസ് 11 അതായത് 12. ഐസോടോപ്പുകൾ, അടുത്താണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുകളും ഒരേ ആറ്റോമിക് നമ്പർ, അതായത് ഒരേ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെഡ് താഴെയുള്ളത്, വ്യത്യസ്ത മാസ് നമ്പറും, അതായത് മുകളിലുള്ളത് വ്യത്യസ്തമായിട്ട് മാറുന്നു. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. എക്സാമ്പിൾ ഹൈഡ്രോജന്റെ ഐസോടോപ്പുകൾ. പ്രോട്ടിയം ആറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 1 ആണ്. ഡ്യൂട്ടീരിയം ആറ്റോമിക് നമ്പർ 1 പക്ഷെ മാസ് നമ്പർ 2. ട്രീഷ്യം ആറ്റോമിക് നമ്പർ 1 മാസ് നമ്പർ 3. കാർബണിന്റെ ഐസോടോപ്പുകൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഐസോബാർ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ളതാണ് ഐസോബാർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. മാസ് നമ്പർ മുകളിലാണ്, അപ്പോൾ മാസ് അപ്പോൾ മുകളിലാണ് എപ്പോഴും. അപ്പോൾ അതായത് 40 മാസ് നമ്പർ, 20 ആറ്റോമിക് നമ്പർ Ca. ആർഗണിന്റെ 40 മാസ് നമ്പർ, 18 ആറ്റോമിക് നമ്പർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുകളാണ് ഐസോബാർ. ഐസോടോൺ എന്താണ്? ഐസോടോൺ എന്ന് പറയുന്നത് ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റാണ് ഐസോടോൺ. അതായത് 15 മൈനസ് ന്യൂട്രോൺ അങ്ങനെ കണ്ടെത്തുക, മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. 15 മൈനസ് 7 എത്ര? 8. കാർബണിന്റെ 14 മൈനസ് 6 എത്രയാ? വീണ്ടും 8 വരുന്നത് അല്ലേ? അതെ. സോ ഇവിടെ രണ്ടിന്റെയും ന്യൂട്രോണുകളുടെ എണ്ണം 1. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.